ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മമ്മി ആൻഡ് മീ കിച്ചൺ ഡയറീസ്. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഒരു ചെറിയ രീതിയിൽ മാരിനേറ്റ് ചെയ്ത് എടുക്കും. അതിനായിട്ട് ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു 5 പച്ചമുളകും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇനി ഇതുപോലെ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഹാഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇത് 2 സ്പൂൺ തൈരാണ്. ഈ 2 സ്പൂൺ തൈര് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഭയങ്കര പുളിയുള്ള തൈരാണെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതിയാവും. ഇത് പുളി ഇല്ലാത്തതാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് എണ്ണ, ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ പാകത്തിന് ഉപ്പ്, ചിക്കന് വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നല്ലതായിട്ട് കൈ വെച്ചിട്ട് അത് പുരട്ടിയെടുക്കുക. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇത് നമുക്കൊരു 20 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് നമുക്ക് ഉള്ളി വഴറ്റാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് ഒരു വലിയ ഏലക്കയും 3 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ബാക്കി വെച്ചിരുന്ന ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കറിവേപ്പിലയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ച മണം മാറുന്നവരെ ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ല കളർ ടേണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കനം കുറഞ്ഞ അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ സൈസായിരുന്നു. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതിയാവും. ഇവിടെ ഞാൻ ചിക്കൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 900 ഗ്രാംസ് വലിപ്പം വരുന്ന ഒരു ഫുൾ ചിക്കനാണ്. ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിന് ചേർത്തിട്ടുണ്ട്. അപ്പം ഗ്രേവിക്ക് വേണ്ടത്ര ഉപ്പ് മാത്രമേ നമുക്ക് ചേർക്കേണ്ടതുള്ളൂ. അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മതി. നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇവിടെ ഞാൻ ഇടുന്നുള്ളൂ. ഇനി ഉള്ളി നന്നായി വരണ്ട് വരണം. നല്ല ബ്രൗൺ കളറായിട്ട് എല്ലാം ഉള്ളി ഭയങ്കരമായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഉള്ളി കരിയാതെയും അടി പിടിക്കാതെയും സൂക്ഷിക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളി ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത ശേഷം അടുപ്പിൻ്റെ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലിപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അഥവാ ഗ്രേവിക്ക് ഏറെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളം മെല്ലെ പിന്നീട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിക്കൻ്റെയും തൈരിൻ്റെയും ഒക്കെ വെള്ളം ഊറിയിറങ്ങിയിട്ട് ആ ചിക്കൻ കുക്കാവും. ഇതെല്ലാം നന്നായി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റിൽ അത് തുറന്ന് നോക്കി നല്ലതായിട്ട് ഇളക്കി അടി പിടിക്കാതെ സൂക്ഷിക്കണം. ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അത് ക്ലോസ് ചെയ്ത് ഇതുപോലെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 6 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഇതാ ചിക്കനൊക്കെ അതിൻ്റെ വെള്ളം റിലീസ് ചെയ്ത് തുടങ്ങി. പറഞ്ഞില്ലേ, വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നല്ലതായിട്ട് ചിക്കൻ വെന്ത് കിട്ടും. ആവിയിലും കിടന്നിട്ട് അത് വെന്ത് കിട്ടും. നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് വീണ്ടും ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. അല്ലാണ്ട് ചിക്കൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നമ്മൾ ഇളക്കുമ്പോൾ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കൂടെ ഞാൻ അടച്ചു വെച്ച് തുറക്കുമ്പോൾ ഇതാ നല്ലതായിട്ട് അതിൻ്റെ ഗ്രേവി ഫോം ആയിട്ടുണ്ട് ചിക്കൻ്റെ. നല്ലോണം ഇതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 2-3 മിനിറ്റ്സ് കൂടെ വെച്ചാൽ ചിക്കൻ കുക്കായി കിട്ടും. ഇത് ഓൾമോസ്റ്റ് ചിക്കൻ കുക്കായിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ച് നേരം കൂടി
ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ ഒരു 15 മിനിറ്റ്സ് മതി നമുക്ക് കുക്കിംഗ് ടൈം. ചിക്കൻ വേഗം കുക്കാവുന്നതാണ്. ഞാനൊരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ചിക്കൻ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒരു എല്ലുള്ള ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ചിക്കൻ കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ആ ബോണിൽ നിന്ന് ചിക്കൻ അടർന്ന് മാറുവാണെങ്കിൽ ചിക്കൻ കുക്കായി എന്നർത്ഥം. ഇവിടെ കണ്ടോ, ചിക്കൻ പീസ് ഈസി ആയിട്ട് ബോണിൽ നിന്ന് സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് ഓവർ കുക്ക് ചെയ്യേണ്ട, ഹാർഡായി പോവും ചിക്കൻ, അല്ലെങ്കിൽ അതെല്ലാം അടർന്ന് കലങ്ങിപ്പോവും. ഇതിലേക്ക് ഇപ്പം ഞാൻ തക്കാളി ചേർക്കാൻ പോവാണ്. ഇവിടെ ഞാൻ ഒരു ചെറിയ സൈസ് തക്കാളിയെ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി തൈര് ചേർക്കുന്നുണ്ട്. തക്കാളി വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഒരു ചെറിയ, എൻ്റെ തീരെ പുളിയില്ലാത്ത തൈരായ കാരണമാണ് ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് നേരിട്ട് എല്ലാം മിക്സ് ചെയ്യാതെ തക്കാളി ഇതുപോലെ മൂടി വെക്കണം. ആ ചിക്കൻ വെച്ചിട്ട് തന്നെ മൂടി വെക്കണം. എല്ലായിടത്തുനിന്നും ആവി കിട്ടിയിട്ട് അത് നന്നായിട്ട് കലങ്ങും തക്കാളി. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ. എന്നിട്ടത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് മതി തക്കാളി വെന്ത് കിട്ടാൻ. ഇതിനോടൊപ്പം തന്നെ ഒരു അല്പം മല്ലിയില അരിഞ്ഞത് നമുക്ക് മേളിൽ നിന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് അടച്ച് വെച്ചൊരു 2 മിനിറ്റിൽ തക്കാളി വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി വെന്തിട്ടുണ്ടാവും. ഇത് തുറന്ന് നോക്കി നമുക്ക് നന്നായിട്ട് തക്കാളിയും ചിക്കനും എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് തണുത്ത വെള്ളം ചേർക്കാൻ പാടില്ല, ചൂടുവെള്ളം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം തിളച്ച് വന്നു തുടങ്ങി ചേർത്ത വെള്ളമെല്ലാം. അപ്പം നമുക്കിനി ഇതിലേക്ക് മസാല ചേർക്കാം. മസാലയ്ക്കായിട്ട് ഒരു ചെറിയ പാൻ വെച്ച് ഭയങ്കര ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അതിലൊരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അത് മസാല പെട്ടെന്ന് കരിയാതിരിക്കാനാണ് ഈ എണ്ണ ഒഴിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി മതിയാവും. അതിനോടൊപ്പം തന്നെ 2 വലിയ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതെൻ്റെ സ്പൈസി ചിക്കൻ മസാല അല്ല, ഇവിടെ സ്പൈസ് കുറച്ച് മതി. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊടികൾ നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയാലും കുഴപ്പമില്ല. ഇതുപോലെ നല്ലതായിട്ട് അത് ഇളക്കി പൊടിയൊന്ന് നന്നായി ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് അധികം നേരം പാനിലിടാതെ തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണേൽ ചേർത്ത് കൊടുക്കാം, ചൂടുവെള്ളം. എന്നിട്ടിത് നന്നായി യോജിപ്പിച്ചിട്ട് മസാല എല്ലാം ചിക്കനിലേക്കൊന്ന് പിടിക്കാനായി ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. രണ്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിലെല്ലാം നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി മേളിൽ നിന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂൺ ഉണ്ടാവും ഗരം മസാല പൊടി, അത് മേളിൽ നിന്നാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരല്പം കൂടി മല്ലിയില അതിനോട് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ശകലം മല്ലിയില മതി. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിയോ നാനിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളെ കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നവരെ ദിസ് ഇസ് മമ്മി ആൻഡ് മീ കിച്ചൺ ഡയറീസ് സൈനിങ് ഔട്ട്. ബൈ ബൈ.